1884 മെയ് 8-നാണ് കൊച്ചുത്രേസ്യ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചത്. ആദ്യ കുമ്പസാരവും പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും തെരേസയുടെ ആത്മാവിൽ മായാത്ത മുദ്ര പതിച്ചു. യേശുവിൻ്റെ ആദ്യം ചുംബനമായി വിശേഷിപ്പിച്ച ആദ്യ കുർബാന സ്വീകരണം കൊച്ചുറാണിയുടെ അവിസ്മരണീയമായ ജീവിതാനുഭവമായിരുന്നു. എൻ്റെ ദിനത്തിലെ ഏറ്റവും വലിയ ദിനം എന്നാണ് അവൾ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ കേവലം ഒരു വീക്ഷണമായിരുന്നു. മഹാസമുദ്രത്തിൽ ഒരു ജലത്തുള്ളി ഒന്നിച്ചു ചേർന്നാൽ ഒന്ന് എന്ന പോലെ അവൾ അപ്രത്യക്ഷയായി ഈ അനുഭവത്തെ പിന്നീട് അവൾ സ്വയംകൃത ജലത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം അവൾ സന്തോഷം കൊണ്ട് വിതുമ്പി. എന്നാൽ അവളുടെ ആ സമയത്തെ കണ്ണുനീരിൻ്റെ കാരണം ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. യേശു എൻ്റെ ആത്മാവിൽ പതിച്ച പ്രഥമ ചുംബനം എത്രയോ ഹൃദ്യമായിരുന്നു. അത് സ്നേഹത്തിൻ്റെ ചുംബനമായിരുന്നു. ഞാൻ സ്നേഹിക്കപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഉടനെ ഞാനും പറഞ്ഞു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നേക്കും അങ്ങേക്ക് ഞാൻ ആത്മാർപ്പണം ചെയ്യുന്നു. ഞാൻ ഒന്നും ചോദിച്ചില്ല. സമരവും ക്ലേശവും ഒന്നുമില്ലായിരുന്നു. യേശുവും സാധു കൊച്ചുത്രേസ്യയും പരസ്പരം വീക്ഷിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ നാളായി. എന്നാൽ അന്ന് കേവലം ഒരു വീക്ഷണമല്ലായിരുന്നു, പ്രത്യുത ഉരുകിച്ചേരൽ മാത്രമായിരുന്നു. അതിനുശേഷം അവൾ രണ്ടായിരുന്നില്ല. മഹാസമുദ്രത്തിൽ ലയിക്കുന്ന ഒരു തുള്ളി വെള്ളം പോലെ ത്രേസ്യ അദൃശ്യയായി. യേശു മാത്രം ശേഷിച്ചു. അവിടുന്നാണല്ലോ ഗുരുവും രാജാവും. പ്രഥമ ദിവ്യകാരുണ്യത്തിന് ശേഷം കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് എല്ലാ കുട്ടികളെയും സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുവാൻ കൊച്ചുത്രേസ്യ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് അവൾ എഴുതുന്നു. ഉച്ച കഴിഞ്ഞുള്ള മാതാവിൻ്റെ പ്രതിഷ്ഠാ ജപം ചൊല്ലിയത് ഞാനാണ്. ഇളയം പ്രായത്തിലെ ഭൗമിക മാതാവ് നഷ്ടപ്പെട്ടു പോയ എനിക്ക് എൻ്റെ സഖികളുടെ പേരിൽ സ്വർഗീയ മാതാവിനോട് സംസാരിക്കുവാൻ ഇടയായത് തികച്ചും യുക്തമായിരുന്നു. കരങ്ങളിൽ സ്വയം അർപ്പിച്ചുകൊണ്ട് സംരക്ഷണ അപേക്ഷിക്കുന്ന ശിശുവിനെ പോലെ ഹൃദയം മുഴുവനും ചെലുത്തിയാണ് ഞാൻ മാതാവിനോട് സംസാരിച്ചതും മാതാവിന് സ്വയം പ്രതിഷ്ഠിച്ചതും. പരിശുദ്ധ കന്യ ചെറുപുഷ്പത്തെ കടാക്ഷിക്കുകയും അവളുടെ മേൽ പുഞ്ചിരി തൂകുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. മാതാവല്ല ദൃശ്യമായ പുഞ്ചിരി കൊണ്ട് അവളെ സുഖപ്പെടുത്തിയത്. വയലുകളിലെ പുഷ്പവും താഴ്വരകളിലെ ലില്ലിയും എൻ്റെ യേശുവിനെ എൻ്റെ ചെറുപുഷ്പത്തിൻ്റെ കോശത്തിനുള്ളിൽ മാതാവ് തന്നെ നിക്ഷേപിച്ചു. പ്രഥമ ദിവ്യകാരുണ്യ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് തെരേസ സ്വയംചരിത്രത്തിൽ എഴുതി, മുറിക്കപ്പെട്ട ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിൻ്റെ തുടിക്കുന്ന ഹൃദയത്തെ ഞാൻ ദർശിച്ചു. വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണങ്ങൾ സർവോപരി ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല ദൈവത്തിൻ്റെ പാതയിൽ പൂക്കൾ വിതറുന്നത് എത്രയോ ആനന്ദകരം. അവ താഴെ വീഴാതെ കൂടുതൽ സമയം അന്തരീക്ഷത്തിൽ നിൽക്കുവാൻ വേണ്ടി കഴിയുന്നത്ര ഉയരത്തിലേക്ക് ഞാൻ എറിഞ്ഞിരുന്നു. എൻ്റെ റോസാവല്ലികൾ അരുളിക്കായി തൊട്ട് കാണുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് പരമോന്നതം തന്നെയായിരുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.